നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ മൂന്നാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കേട്ടോ. നമ്മുടെ റെനീഷ ജഡ്ജസിന്റെ സീറ്റിൽ ഇരുന്നു കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ജഡ്ജസ് എത്തുകയും ജസ്റ്റ് ഫണ്ണായിട്ട് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തതിന് ശേഷം ജഡ്ജസ് അവരവരുടെ സീറ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിനുശേഷം റെനീഷ മുഴുവൻ മത്സരാർത്ഥികളെ അവിടത്തേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. 40 മത്സരാർത്ഥികൾ 2 വശങ്ങളായിട്ട് ഇരിക്കുകയാണ്. ഒരു നിരയിൽ 10 പേര് വീതം അങ്ങനെ ഇരിക്കുന്ന രീതിയിൽ അടിസ്ഥാനത്തിൽ അവരെ 4 ടീമുകളായിട്ട് തിരിക്കാൻ തീരുമാനിക്കുകയാണ് അവിടെ. രഞ്ജിനിയാണ് ഇതിന് എളുപ്പമുള്ള ഒരു വഴി സജസ്റ്റ് ചെയ്യുന്നത്. അവർ ഇപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ ഓരോ നിരയും ഓരോ ടീമാക്കുക. അങ്ങനെ 10 പേർ വീതമുള്ള 4 ടീമുകൾ. ഓരോ ടീമിനെയും പ്രത്യേകമായി സ്റ്റേജിലേക്ക് വിളിപ്പിച്ചിട്ട് ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. മത്സരാർത്ഥികൾ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുകയും ഏറ്റവും കൂടുതൽ ആളുകൾ സജസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ടീം എയിൽ വന്നിരിക്കുന്നത് നമ്മുടെ താഷിയാണ്. ആദ്യമായി വന്ന ടീം എയുടെ ക്യാപ്റ്റനായിട്ട് മെജോറിറ്റി ആളുകൾ തിരഞ്ഞെടുത്തത് നമ്മുടെ താഷിയാണ് കേട്ടോ. താഷിയെ നമുക്ക് ഇന്നലെ തന്നെ പരിചയപ്പെട്ടതാണ്. വളരെ നന്നായി പെർഫോം ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് നമ്മുടെ താഷി. വളരെ യങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് കൂടിയാണ് കേട്ടോ. അങ്ങനെ താഷി ടീം എയുടെ ക്യാപ്റ്റൻ ആകുന്നുണ്ട്. ടീം ബിയിലാണെങ്കിൽ പ്രണവാണ് ക്യാപ്റ്റൻ. മെജോറിറ്റി സപ്പോർട്ട് ലഭിച്ചത് പ്രണവിനാണ് കേട്ടോ. താഷിയെ പോലെ തന്നെ ഇൻഫിനിറ്റി പെഡന്റ് നേടിയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് പ്രണവ്. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് കേട്ടോ. ടീം സിയുടെ ക്യാപ്റ്റനായിട്ട് വരുന്നത് നമ്മുടെ അഭിറാമാണ്. എല്ലാവരെയും ചേർന്ന് അഭിറാമിനെ തിരഞ്ഞെടുക്കുകയാണ്. നമ്മുടെ ബോഡി ബിൽഡറായ അഭിറാമിനാണ് ടീം സി ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കുന്നത് കേട്ടോ. ടീം ഡിയുടെ ക്യാപ്റ്റനായിട്ട് പറയുന്നത് നമ്മുടെ ലൊലീറ്റയാണ്. ഇവിടെ മെജോറിറ്റി പിന്തുണ ലഭിച്ചിരിക്കുന്നത് ലൊലീറ്റ ക്യാപ്റ്റനാകുക എന്നതാണ് കേട്ടോ. ഏതാണ്ട് 18 വയസ്സ് മാത്രം പ്രായമുള്ള കൂടുതൽ ഏറ്റവും യങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് നമ്മുടെ ലൊലീറ്റ കേട്ടോ. ലൊലീറ്റയും കഴിഞ്ഞ ദിവസം ഇൻഡിപെൻഡന്റ് നേടിയ മത്സരാർത്ഥിയാണ്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ താഷി, പ്രണവ്, അഭിറാം, ലൊലീറ്റ എന്നിവരാണ് 4 ടീമുകളിലെ ക്യാപ്റ്റന്മാരായിട്ട് എത്തിയിരിക്കുന്നത്. അതിനുശേഷം റെനീഷ ഈ 4 ക്യാപ്റ്റന്മാരോടും സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാവരോടും പോകാനും പറയുന്നുണ്ട്. ഈ 4 പേര് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് രഞ്ജിനി പറയുന്നുണ്ട് ഇന്ന് ഇവിടെ നിന്ന് 4 പേര് എവിക്റ്റ് ആകുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 4 ക്യാപ്റ്റന്മാർ പേടിക്കുന്നുണ്ട് കേട്ടോ. പലപ്പോഴും ബിഗ് ബോസിനകത്ത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും പണി കിട്ടിയതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സീസണുകളിലും എല്ലാവരും ചേർന്ന് ക്യാപ്റ്റനായി തിരഞ്ഞെടുത്ത ആളിനെ തന്നെ എവിക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കും ഈ ഒരു ഗതി വരുമോ എന്നുള്ളൊരു സംശയത്തിലാണ് ഈ 4 പേര് ഇങ്ങനെ അവിടെ നിൽക്കുന്നത് കേട്ടോ. പക്ഷേ അത് ജഡ്ജസിന്റെ ഒരു ഫണ്ണായിരുന്നേ. രഞ്ജിനി പിന്നീട് എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ 4 പേരും എവിക്റ്റ് ആകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് 4 പേര് ഇവിടുന്ന് പുറത്തു പോകും. 40 പേര് 36 പേരായിട്ട് മാറുമെന്ന് അഖിൽമാരോട് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ 4 ക്യാപ്റ്റന്മാർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നും അവിടെ പറയുന്നുണ്ട്. അതായത് ക്യാപ്റ്റന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് ഇവർ 4 പേരും പുറത്ത് പോകില്ല. അങ്ങനെ താഷി, പ്രണവ്, അഭിറാം, ലൊലീറ്റ എന്നിവരിവിടെ സേഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ടാസ്ക് നൽകുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. പക്ഷെ ഇത് സിമ്പിളായ ടാസ്കുകൾ പോലും ബ്രില്യൻ്റ് ആയി ചെയ്യാൻ കഴിയണം എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ. ഒരു ടൈമർ ഉപയോഗിച്ചിട്ടുള്ള കളിയാണ്. ഒരു ടേബിളിന് മുകളിൽ ടൈമർ വെച്ചിരിക്കുന്നുണ്ട്. ഓരോ ടീമും ഓരോ തവണ മത്സരിക്കാൻ അവസരം ലഭിക്കും. ടീമിലെ 10 പേര് വരിവരിയായി പിറകിൽ വന്ന് നിൽക്കണം. ആദ്യത്തെ മത്സരാർത്ഥി റെഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ടൈമർ സ്റ്റാർട്ട് ആകും. കുറച്ച് സെക്കൻഡ് സമയം കഴിഞ്ഞ് അതിൽ ടൈമർ സ്റ്റോപ്പ് ചെയ്ത് പിറകിൽ പോയി നിൽക്കും. അടുത്തയാൾ വീണ്ടും ബട്ടൺ വന്ന് പ്രസ് ചെയ്യും. ആദ്യയാൾ അവിടെ ടൈമർ നിർത്തിയോ അവിടെ നിന്ന് തന്നെ അടുത്ത സമയം തുടരും കേട്ടോ. ഇങ്ങനെ 10 പേര് മാറി മാറി ടൈമർ സ്റ്റോപ്പ് ചെയ്യണം. 60 സെക്കൻഡിന്റെ മുകളിൽ പോകാനും പാടില്ല. 60 സെക്കൻഡിനോട് കഴിയുന്നത്ര അടുത്ത് എത്തിക്കുന്നതാണ് ഏറ്റവും മികച്ച പ്രകടനം. 55-56 സെക്കൻഡിലെങ്കിലും ലഭിച്ചാൽ അത് മികച്ച പ്രകടനമായിട്ട് ഇവിടെ കണക്കാക്കും. ആദ്യം വന്നത് ടീം എ ആണ്. അവർക്ക് ലഭിച്ചത് 44 സെക്കൻഡ് ആയിരുന്നു. അതിനുശേഷം വരുന്നത് ടീം ബി ആണ്. അവർക്ക് 45 സെക്കൻഡ് വരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തത് ടീം സി ആയിരുന്നു. പക്ഷേ ടീം സിക്ക് വലിയൊരു സ്ട്രാറ്റജി പിഴവ് സംഭവിച്ചു കേട്ടോ. അവര് വളരെ പെട്ടെന്ന് ടൈമർ ഓൺ ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അവസാനം വന്ന ആൾ കൂടുതൽ സമയം നിൽക്കാമെന്ന രീതിയിലാണ് വന്നത്. പക്ഷേ പ്രതീക്ഷിച്ച സമയത്തിന് മുമ്പ് തന്നെ ടൈമർ സ്റ്റോപ്പ് ചെയ്തു. ഫലത്തിൽ ടീം സിക്ക് ലഭിച്ച് വെറും 33 സെക്കൻഡ് ആയിരുന്നു കേട്ടോ. അവസാനം വന്നത് ലൊലീറ്റയുടെ ടീമാണ്. രാകേഷ് ഉൾപ്പെടെയുള്ള മത്സരാർത്ഥികളുള്ള ടീമായിരുന്നു ഇത്. പക്ഷേ ഈ ടാസ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ഇവർ തന്നെയാണ്. 51 സെക്കൻഡാണ് ഇവർ നേടിയത് കേട്ടോ. ഇതിൽ മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ക്യാപ്റ്റനോട് എത്ര സമയം പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം 50-55 സെക്കൻഡ് ആണെന്നാണ് അവർ പറഞ്ഞത്. അവർ എന്താണോ പ്ലാൻ ചെയ്തത് അത് കൃത്യമായി തന്നെ അവിടെ നടപ്പിലാക്കാൻ അവർ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ടാസ്കിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ലൊലീറ്റയുടെ ടീമാണ് കേട്ടോ. അതേസമയം ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത് നമ്മുടെ ടീം സി ആണ്.
ടീം സിയുടെ മോശം പ്രകടനമാണ് അഗ്നി പരീക്ഷയിലെ ഏറ്റവും വലിയ എവിക്ഷനിലേക്ക് നയിച്ചതും കേട്ടോ. ടീം സിയിൽ നിന്ന് 4 പേര് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ യാത്ര അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ആദ്യം പുറത്തു പോകുന്നത് ബിജു ആണ്. ബിജുവിന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒറിജിനൽ ബിഗ് ബോസ് പടി കാണാൻ പോലും അദ്ദേഹത്തിനോട് സാധിച്ചില്ല കേട്ടോ. അഗ്നിപരീക്ഷയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അതിനുശേഷം നമ്മുടെ 18 വയസ്സുള്ള ആരാധ്യയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത്. പിന്നെ നമ്മുടെ നിതിൻ, അജ്മൽ ആണ് പുറത്തു പോകുന്നത്. അവസാനം നമ്മുടെ റാഷ. വളരെ നിരാശയോടെയാണ് റാഷയും പുറത്തു പോകുന്നത്. അവിടേക്ക് നിൽക്കണമെന്ന ആഗ്രഹം റാഷയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അഗ്നിപരീക്ഷയിൽ തന്നെ അവിടെ യാത്ര അവസാനിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ബിജു, ആരാധ്യ, നിതിൻ, റാഷ എന്നിവർ ഒരേ ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ അഗ്നിപരീക്ഷയോട് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം പുറത്തായതിന് പ്രധാന കാരണം ഈ ടാസ്കിലെ പ്രകടനം തന്നെയാണ് കേട്ടോ. ടാസ്കിൽ ഏറ്റവും താഴെ പോയ ടീം സി ആണ്. ആ ടീമിൽ നിന്ന് 4 പേര് ബിഗ് ബോസ് മലയാളം സീസൺ 8 പടി ഇറങ്ങുകയും ചെയ്തു. 40 മത്സരാർത്ഥികളുമായിട്ട് തുടങ്ങിയ അഗ്നിപരീക്ഷയ്ക്ക് ഒറ്റയടിക്ക് 4 പേര് പുറത്തു പോയത് വലിയൊരു സംഭവമാണ് കേട്ടോ. ഇതൊരു തുടക്കം മാത്രമാണ്. 40 പേരുണ്ടായിരുന്നതെന്നും ഒറ്റയടിക്ക് 4 പേര് പുറത്തുപോയി. ഇതിൽ കൂടുതൽ ആളുകൾ ഒരേ ദിവസം പുറത്താകാം കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിൽ ഇനിയുള്ള ദിവസങ്ങൾ പുറത്താകാം എന്ന സൂചനയൊക്കെ അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു പരീക്ഷ തന്നെയാണ് നമ്മുടെ അഗ്നിപരീക്ഷ കേട്ടോ. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ആരാധകരും പ്രേക്ഷകരും ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. അഗ്നിപരീക്ഷയിൽ മത്സരിക്കുന്ന ഒന്നിലേറെ പേർ ചിലപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 8ലെ യഥാർത്ഥ മത്സരാർത്ഥികളായിട്ട് മാറിയേക്കാം. അതുകൊണ്ട് തന്നെ അഗ്നിപരീക്ഷയിൽ അവർ എവിടെയാണ് നിൽക്കുന്നത് എന്നതിൻ്റെ തുടർച്ചയായിരിക്കും ബിഗ് ബോസ് വീട്ടിലെ അവരുടെ ഗെയിമിലും കാണാൻ സാധിക്കുന്നത്. അതവർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് നൽകുകയും ചെയ്യുന്നു കേട്ടോ. അതിനാൽ തന്നെ ഈ ഒരു അഗ്നിപരീക്ഷ നിസ്സാരക്കാരനല്ല കേട്ടോ. പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥാനം നേടാനുള്ള ഒരു അവസരം ലഭിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ സ്വന്തം കഴിവുകൾ പുറത്തെടുക്കാനും ഈ പ്ലാറ്റ്ഫോം മത്സരാർത്ഥികളെ ഒന്ന് ഒരുക്കിയെടുക്കും കേട്ടോ. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്നുള്ളതും വളരെ നിർണായകമായ ദിവസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ.